ഹേ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ കഴിഞ്ഞാൽ മൾട്ടി ക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഗൈസ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവനുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ് കളിക്കുന്നത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടുത്ത ലേറ്റിനൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഇത് പയ്യെ സെറ്റാക്കി കൊണ്ടുവരണം ഗൈസ്. ഗൈസ് അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഗൈസ് അപ്പൊ ഫസ്റ്റ് തന്നെ പറയാൻ വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് വരണേ ഒരു മണിക്കൂർ ഇങ്ങനെ പിടിക്കും. അതാണ് ഫസ്റ്റത്തെ ഇതിൽ ഒരു പോയിന്റ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സംഭവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോവും. അപ്പൊ വീണ്ടും ആദ്യം ഇട്ട് തുടങ്ങും. ഇതിപ്പോ എത്രാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞ ഒരു 5ാമത്തെ 6ാമത്തെ കണ്ട് റെക്കോർഡിങ് ആക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അര ലാഗും അതും അര ഇതുണ്ട്. ഗൈസ് അപ്പോൾ എന്നിട്ട് പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പി ദീപാവലിക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലോ, അതിൻ്റെ പകരമായിട്ട് നമ്മൾ പണ്ട് ഇവിടെ മൾട്ടി ക്രാഫ്റ്റിൽ നമ്മൾ പണ്ട് കാലിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ദീപാവലി മറിച്ച് മറ്റേ റോക്കറ്റില്ലേ, അത് ഞാൻ ലാസ്റ്റ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തരാൻ കഴിയും. അപ്പോൾ ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷകളിലൊക്കെയാണ് വരുന്നത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോസൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ വരില്ല. നമ്മൾ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളാണ് നമ്മൾ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മളത് ഇപ്പോൾ ഇത് ആവും ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അപ്പോൾ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വച്ചെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ റോക്കറ്റുകൾ ഇവിടുന്ന് നിറച്ച് ഫുള്ള് നമ്മൾ നിറയ്ക്കായിരുന്നു. പക്ഷെ നമുക്ക് ടൈം അതിൻ്റെ ഉള്ളിൽ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ പകുതി വരെ നിറച്ച് വെച്ചിട്ടുണ്ടായുള്ളൂ. ഇതായിരുന്നു ഹാപ്പി ദീപാവലി. ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് കാലിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് ക്രിസ്മസിൻ്റെ നല്ല സംഭവനാക്കും. ക്രിസ്മസിന് അന്ന് വീഡിയോ ഇടും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങളെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. ഗൈസ് അപ്പം നമ്മൾ പണിതത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഏജയുടെ വലിയ ബോർഡറില്ലേ, ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ നല്ല സെലിബ്രേഷനുകളൊക്കെ വരുമ്പോൾ പണിയുന്നതെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇപ്പം എന്താ റേഞ്ചർ ഡിസ്റ്റൻസ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങി പോകും. അതുകൊണ്ടാണ് ഞാൻ റേഞ്ചർ ഡിസ്റ്റൻസ് ഇടാത്തതെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പറയാൻ വെച്ചാൽ നമ്മളോട് ആർമർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർമറുകളൊന്നും വെച്ചിട്ടില്ല. ഇതാണ് എയറമെന്ന് സിൽമെന്നല്ല കഴിച്ചത്, ആർമറിൻ്റെ ഷോർട്ട് ഫോമാണ് കഴിച്ചപ്പോൾ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാറിലൊക്കെ കയറാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കാറിലൊക്കെയാണ്. പിന്നെ കോണിപ്പടി കാറിലൊക്കെ കയറി പോയിട്ട് ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഷെൽട്ടേഴ്സ് കാറിലൊക്കെ വെക്കണം. ഇനി ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഫ്ലോറാണ് നമ്മൾ ചെയ്തതെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ അർജുൻ കാറിലൊക്കെ 2ാമത്തെ നല്ല പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റിസപ്ഷൻ ഞാനാണ് ഗൈസ് ഉണ്ടാക്കിയെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേളിൽ സ്വിമ്മിംഗ് പൂൾ പണിയാൻ പോവാണ് ഗൈസ്. അതൊരു വൈബ് പോലെ ഒരു സ്വിമ്മിംഗ് പൂൾ കാലൊക്കെ പണിയണം. ഫസ്റ്റ് അപ്പോൾ നമ്മളപ്പോൾ ബ്ലൂ കളറ് ബ്ലോക്ക് കാറിലൊക്കെ എടുത്തിട്ട് ഈ വൈറ്റ് കാറിലൊക്കെ വെച്ചിട്ടില്ലേ, ഇവിടെ നമ്മൾ ഫുള്ള് നിരത്തി വെക്കട്ടെ ഗൈസ്. നിരത്തി വെച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ള് കാറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ തറ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെയിലി കാരിലൊക്കെ കെട്ടണം. അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് വീതി കാരിലൊക്കെ കൂട്ടാം. ഒരു സൺഷെയ്ഡ് പോലെ തന്നെ ഒരു വീതി കാരിലൊക്കെ വേണം, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കാരിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ വീതിക്കാരിലൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലുകാരിലൊക്കെ വെക്കണം, അല്ലെങ്കിൽ വല്ല കുട്ടികൾ വല്ലവരും വന്നു കഴിഞ്ഞാൽ ചാടിപ്പോയാലോ. വരുന്നില്ല, എന്നാലും നമുക്കൊരു രസത്തിൽ നിന്ന് വയ്ക്കാം ഗേസ്. അപ്പോൾ ഗേസ് ഇതൊക്കെ വച്ചിട്ട് കാണാം. അങ്ങനെ വേലികളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ ഓരോ മൂലയിൽ കണ്ട ഒരു തൂണ് പോലെ 3 ബ്ലോക്ക് വെച്ചിട്ട് അത് ഒരു സംഭവം നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗൈസ് അപ്പോൾ നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇതൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, ചുമരും കാളിലൊക്കെ. ഇങ്ങനെയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണി കയറിലൊക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് പടച്ച് കയറാൻ വേണ്ടി. ഇനി ഗൈസ് നമുക്ക് വെള്ളം വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവാടൻ്റെ ബ്ലോക്കുകളിലൊക്കെ വെച്ചില്ലേ സ്വിമ്മിംഗ് പൂളിൻ്റെ, അത് ഫുള്ള് വേറെ വേറെ കളറുകളൊക്കെ ആയിക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇനി ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചാടാൻ വേണ്ടി സംഭവങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ മുക്കിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ലേച്ചുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞാൽ ലേച്ച് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ എൻ്റെ അടുത്ത വേറെ വല്ല ബിൽഡ് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഭാഗം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.